സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ഇതുവരെ തുന്നലിൽ ചെയ്തു നോക്കാത്ത കുറച്ച് പൊടിക്കൈകളുമായാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം വേഗം തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ടിപ്പ് നമ്പർ 1. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്ലീവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമാണ്. അതായത് സ്ലീവ് നമ്മളെപ്പോഴും വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡിഫറെൻ്റായിട്ട്, അതായത് കുറച്ചുകൂടെ നീറ്റായിട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ലൈനിങ്ങും യഥാർത്ഥ പീസുമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് സ്ലീവായിട്ട് എടുത്തിരിക്കുന്നത്. ലൈനിങ് വേണം കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ഒരു മെത്തേഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സെൻറ്റർ നമ്മുടെ ഷോൾഡറിൻ്റെ പോർഷനിൽ നല്ല വശവും കൂടെ ചേർത്തിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ ലൈനിങ് വെക്കാണ്ട് ഒരു പാർട്ട് മാത്രമാണ് വെക്കുന്നത്. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഏറ്റവും അടിയിൽ ലൈനിങ്ങും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നടുവിലായിട്ടാണ് നമ്മുടെ ഷോൾഡർ പോർഷൻ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ആദ്യമേ പിടിച്ചിട്ട് വേണമെങ്കിൽ ഈ മൂന്നും കൂടെ ഒന്നിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മേളിലത്തെ പാർട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ അടിയിലുള്ള പാർട്ട് വീണ്ടും വെച്ചിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 3 പാർട്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, അടിയിലുള്ള തുണി അങ്ങോട്ടും ഇങ്ങോട്ടും കുരുങ്ങിപ്പോവാണ്ടൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 പാർട്ടും കൂടെ വെച്ച് പിടിച്ചിട്ട് നമ്മൾ നോർമലി സ്ലീവ് എങ്ങനെയാണോ വെക്കുന്നത്, അത് സ്ലീവ് ജോയിൻ ചെയ്യുന്നത് അതുപോലെയാണ് ചെയ്യുന്നത്. പക്ഷേ ഡിഫറൻസ് എന്ന് വെച്ചാൽ ലൈനിങ് ഏറ്റവും അടിയിൽ വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് 2 സൈഡും, അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തു, ഈ സൈഡും സ്റ്റിച്ച് ചെയ്തു, മൊത്തത്തിലെടുത്തു. അതിന് ശേഷം നമ്മളിതിനെ നിവർത്തി വെക്കുമ്പോൾ നല്ലതുപോലെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അടിയിലുള്ള ക്ലോത്തും മേളിലുള്ള ക്ലോത്തും നിവർത്തി വയ്ക്കുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് നടുവിലായി അകത്തോട്ട് കവറായിപ്പോയി അല്ലേ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫിനിഷിങ്ങിൽ നമുക്ക് നല്ല ബൂട്ടീക്ക് ഫിനിഷിങ് പോലെ അത്രയും ഫിനിഷിങ്ങിൽ നമുക്ക് സ്ലീവ് ചെയ്യണമെങ്കിൽ എല്ലാം, അതായത് അകത്തുള്ള തുണിയും കവർ ചെയ്ത് നിൽക്കുന്ന രീതിക്ക് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, അതായത് ഇപ്പോൾ കസ്റ്റമേഴ്സിനാണെങ്കിലും കുറച്ചുകൂടെ ഇമ്പ്രസീവ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ താഴെ കൈയിൻ്റെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ടിപ്പ് നമ്പർ 2. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വലിയുന്നത് പോലുള്ള മെറ്റീരിയൽസ് തുന്നുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിൽ, നോർമൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിൽ കണ്ടില്ലേ, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ലോങ് സ്റ്റിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടിയിലൊരു പേപ്പർ വെച്ചിട്ടൊക്കെ ചെയ്യലുണ്ടല്ലേ. കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് പറഞ്ഞു തരാം. അതിന് നമുക്ക് ആവശ്യമുള്ളതാണ് ഈ മിഷൻ ഓയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു മിഷൻ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നൂലിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബോബിനിനകത്തും ഇതുപോലെ തന്നെ ആ നൂലുള്ള ഭാഗത്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബനിയൻ ക്ലോത്ത് ടൈപ്പ് മെറ്റീരിയൽസിൽ വേഗം തന്നെ ഈസി ആയിട്ട് സ്റ്റിച്ച് വീഴും. കണ്ടോ, തീരെ നമുക്ക് ആ ഒരു ലോങ് സ്റ്റിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളോ വരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽസ് തുന്നുമ്പോൾ പേപ്പർ നോക്കി നടക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു മിഷൻ ഓയിൽ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ടിപ്പ് നമ്പർ 3. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോക്ക് നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത് വരച്ച് കഴിയുമ്പോൾ നമ്മുടെ ചോക്കിൻ്റെ ഷാർപ്നെസ് പോകും അല്ലേ. നമ്മുടെ ആ ഒരു മാർക്കിംഗ് ചോക്ക് ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും, ഇങ്ങോട്ട് വരുന്തോറും ഇങ്ങനെ കട്ടി കുറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ആ കട്ടി കുറഞ്ഞ ആ ഒരു ഭാഗം വെച്ചായിരിക്കും നമ്മൾ വരയ്ക്കുന്നതല്ലേ. വരച്ച് വരുമ്പോൾ ഇത് കട്ടിയായിട്ട് വരും. നമ്മൾ ശ്രദ്ധിക്കാണ്ട് അത് വെച്ച് തന്നെ നല്ല കട്ടിയിൽ വരയ്ക്കുകയും ചെയ്യും. അപ്പോൾ കട്ടിയിൽ വരയ്ക്കുമ്പോൾ എന്ത് പറ്റും, ആ ഒരു ഷാർപ്നെസ്, അതായത് ഒന്ന് ഡാർക്കാവും, നമ്മുടെ തുണിയിൽ വരകൾ ഡാർക്കാവും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കട്ടി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ തുണിയും നമ്മുടെ അളവുകൾക്കും കുറച്ചായിട്ട് മാറ്റം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾക്ക് ഷാർപ്പാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒന്നീ ത്രെഡ് കട്ടറോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലുള്ള കത്രികയോ എന്തെങ്കിലും എടുക്കുക. ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു പോർഷൻ 2 സൈഡും ഒന്ന് നമ്മളിങ്ങനെ ആക്കി കൊടുക്കുക.
കണ്ടില്ലേ? നമ്മളിങ്ങനെ ആക്കുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു പഴയ ചോക്കിരുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് ഷാർപ്പായിട്ട് കിട്ടും. ഇത് വെച്ചിട്ട് വരയ്ക്കുമ്പോൾ നമ്മുടെ കട്ടി കണ്ടില്ലേ, വളരെ തിന്നായിട്ടുള്ള വരയായിരിക്കും നമുക്ക് വരുന്നത്. മറ്റത് തിക്കായിട്ടുള്ള വരയായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഒരു ചോക്കിൻ്റെ ഷാർപ്നെസ് കൂട്ടാൻ സഹായിക്കും കേട്ടോ. ടിപ്പ് നമ്പർ 4. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആണ്. അതായത് നമ്മുടെ ബ്ലൗസിൻ്റെയൊക്കെ ഐ വെക്കുന്നത് കുറച്ചുകൂടെ നമ്മൾ നോർമലി തയ്ക്കുന്നതിനേക്കാളിലും കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കോർക്കുന്നത് പോലെ 4 നൂല് ഒരുമിച്ച് കോർത്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഐക്ക് എത്ര വീതി വേണം എന്ന് നോക്കിയിട്ട് ബാക്കിൽ നിന്ന് മുന്നിലേക്ക് അതേ പോയിൻറ്റിലേക്ക് തന്നെ എടുക്കുക. എടുത്തതിന് ശേഷം ആ മേളിലുള്ള നൂലിനെ ഇങ്ങനെ 2 ആയിട്ട് റൗണ്ട് ചെയ്ത് അതിനകത്തൂടെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഈ ചുറ്റുമ്പോൾ കണ്ടില്ലേ, ഒരു കെട്ട് പോലെയാണ് വരുന്നത്. നമ്മളിതിങ്ങനെ റൗണ്ട് ചെയ്ത്, അതായത് ഇങ്ങനെ ചുറ്റിയിട്ട് ഇതിനകത്തൂടെ തിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഓരോ പാർട്ടും ഇങ്ങനെ ചുറ്റി നമ്മൾ എടുത്ത് നമുക്ക് ആ ഒരു ഗ്യാപ്പിൻ്റെ ആ ഒരു അളവ് തന്നെ കറക്റ്റിന് വരുമ്പോഴേക്കും നമ്മുടെ സൂചി മേളിലേക്കൊന്ന് വലിക്കുക. വലിച്ചതിന് ശേഷം കണ്ടില്ലേ, ഇതകത്തേക്ക് ഒന്ന് ചുറ്റി വെച്ചിട്ട് അതേ ഹോളിലേക്ക് തന്നെ താഴേക്ക് തിരിച്ച് ഇറക്കിയിട്ട് അവിടെ കെട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴിതാ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റി. ആ ഒരു ഡിസൈന് നമുക്കതുപോലെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് റെഡിയായിട്ട്. നല്ല ഫിനിഷിങ്ങും ഉണ്ടായിരിക്കും നമ്മളിങ്ങനെ ചെയ്യുന്നതിലൂടെ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതി കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ക്ലാസ്സിലെ ടിപ്സും ട്രിക്സും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.